20 വർഷത്തിന് ശേഷം നവീകരണത്തിനൊരുങ്ങി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കോട്ട കവാടങ്ങൾ. 1.37 കോടി രൂപ ചെലവിട്ടിട്ടാണ് കോട്ട വാതിലുകൾ പുതുക്കി പണിയുന്നത്. ഒരു വർഷമായി പടിഞ്ഞാറേ കോട്ടയുടെ ഭാഗങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കോട്ട വാതിലുകളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ കവാടങ്ങളുടെ പുനരുദ്ധാരണത്തിന് പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി. കിഴക്കേക്കോട്ട, തെക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പഴവങ്ങാടിക്കോട്ട, വിറകുപുരക്കോട്ട, അഴീക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, പുന്നപ്പുരം കോട്ട, ശ്രീകണ്ഠേശ്വരം കോട്ട എന്നീ 9 കോട്ടയ്ക്കുള്ളിലെ പ്രദേശമാണ് കോട്ടയ്ക്കകമെന്ന് പറയുന്നത്. കോട്ടയ്ക്ക് 6 കവാടങ്ങളാണുള്ളത്. ഇതിൽ 5 കവാടങ്ങളാണ് പരമ്പരാഗത രീതിയിൽ പുനരുദ്ധരിക്കുന്നത്. പടിഞ്ഞാറേക്കോട്ട വാതിലടക്കം പല സ്ഥലങ്ങളിലും കുമ്മായപ്പൂശികൾ ഇളകി വീണ് കേടുപാടുണ്ട്. വർഷങ്ങളായി പൊളിഞ്ഞു വീണ സ്ഥലങ്ങളിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നിരുന്നത്. 20 വർഷത്തിന് ശേഷമാണ് നവീകരണ പ്രക്രിയ തുടങ്ങാൻ പോകുന്നത്. 1.37 കോടി രൂപ ചെലവിട്ടാണ് കോട്ടവാതിലുകൾ പൂർണ്ണമായി പുനരുദ്ധരിക്കുന്നത്. കിഴക്കേക്കോട്ട നവീകരണത്തിന് ഒരു പദ്ധതിയും മറ്റ് 4 കവാടങ്ങൾക്കായി മറ്റൊരു പദ്ധതിയുമാണുള്ളത്. ഇവ രണ്ടിന്റെയും കരാറുകൾ നൽകിക്കഴിഞ്ഞു. മഴ മാറിയാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കിഴക്കേക്കോട്ട ഭാഗത്തെ കവാടമാണ് ഏറ്റവും വലുത്. പ്രധാന കവാടവും അകത്ത് മുറികളും ഇരുവശത്ത് ഗോപുരങ്ങളുമുണ്ട്. ഇതിന്റെ നവീകരണത്തിനായി 75 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കോട്ടയുടെ പുറം ഭാഗത്ത് കേടുപാട് പറ്റിയിടങ്ങളിൽ കുമ്മായം തേക്കുക, മേൽക്കൂരയിലെ കേടുപറ്റിയ തടികളും ഓടുകളും മാറ്റുക, കെട്ടുകൾ ബലപ്പെടുത്തുക തുടങ്ങിയവയാണ് നടത്തുന്നത്. പരമ്പരാഗത രീതിയിൽ കുമ്മായക്കല്ലുകൾ അടക്കമുള്ളവ തന്നെയാണ് നവീകരണത്തിന് ഉപയോഗിക്കുന്നത്. പടിഞ്ഞാറേക്കോട്ട, സിംഹക്കോട്ട, തെക്കേക്കോട്ട, അഴീക്കോട്ട എന്നീ കോട്ടവാതിലുകളുടെ സംരക്ഷണത്തിനായി 65 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ജനം, തിരുവനന്തപുരം.